അർജുൻ റെഡ്ഡിയിലെ നായികാവേഷത്തിലേക്ക് ആദ്യം പരിഗണിച്ചിരുന്നത് സായി പല്ലവി ആയിരുന്നെന്ന് വെളിപ്പെടുത്തി സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്ക. സായി പല്ലവിയെ കാസ്റ്റ് ചെയ്യാനൊരുങ്ങിയപ്പോൾ അവർ അടുത്തിടപഴകുന്ന രംഗങ്ങളിൽ അഭിനയിക്കില്ലെന്നും എന്തിന് സ്ലീവ്ലെസ് പോലും ധരിക്കില്ല എന്നുമുള്ള റിപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ് മറ്റൊരാളെ തേടിപ്പോയതെന്നും സന്ദീപ് റെഡ്ഡി പറയുന്നു. മലയാളം സിനിമയായ പ്രേമം റിലീസ് ചെയ്തത് മുതൽ താൻ സായി പല്ലവിയുടെ ആരാധകനായിരുന്നുവെന്ന് സന്ദീപ് റെഡ്ഡി വെളിപ്പെടുത്തി. അർജുൻ റെഡ്ഡി സിനിമയിൽ നായികയായി സായി പല്ലവിയാണ് ആദ്യം തന്റെ മനസ്സിലുണ്ടായിരുന്നത്. അവരുടെ ഡേറ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ കേരളത്തിലെ ഒരു കോർഡിനേറ്ററെ സമീപിച്ചു. എന്നാൽ അയാൾ പറഞ്ഞത്, സാർ അക്കാര്യമേ മറന്നേര്, ആ പെൺകുട്ടി ഒരു സ്ലീവ്ലെസ് പോലും സിനിമയ്ക്കായി ധരിക്കില്ല എന്നാണ്. സാധാരണ ഇങ്ങനെയുള്ള മറുപടികൾ കേൾക്കുമ്പോൾ ചിരിയാണ് വരിക. കാരണം കാലം കഴിയും തോറും പറ്റിയ അവസരം വരുമ്പോൾ നായികമാർ പല രീതിയിൽ മാറുന്നതാണ് കണ്ടിട്ടുള്ളത്. ഞാൻ സായി പല്ലവിയെ അഭിനന്ദിക്കുന്നു. കാരണം സായി പല്ലവി ഇതുവരെയും മാറിയിട്ടില്ല. 10 വർഷത്തിന് മുൻപ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത്. കൂടാതെ സ്വന്തം കരിയറിലുടനീളം അവർ സ്വന്തം നിലവാരവും കലാപരമായ തിരഞ്ഞെടുപ്പുകളും ഭംഗിയായി നിലനിർത്തിയിട്ടുമുണ്ട്. ഇത്രയും ഉറച്ച തീരുമാനം ഒരു താരത്തിൽ കാണുന്നത് അപൂർവമാണെന്നാണ് സന്ദീപ് റെഡ്ഡി പറഞ്ഞത്. സംവിധായകന്റെ വാക്കുകൾ കയ്യടികളോടെയാണ് സദസ് സ്വീകരിച്ചത്. തുടർന്ന് സായി പല്ലവി സന്ദീപ് റെഡ്ഡിക്ക് മറുപടിയുമായി എത്തി. അർജുൻ റെഡ്ഡിയിൽ ശാലിനിയെ അവതരിപ്പിച്ച നടി മിടുക്കിയായിരുന്നു. അർജുൻ റെഡ്ഡിയായി വിജയ് ദേവർകൊണ്ടയെ ഭംഗിയാക്കി. ചില അഭിനേതാക്കൾ ചില വേഷങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണെന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. ആ ചിത്രത്തിൽ അഭിനയിച്ച അഭിനേതാക്കൾ എന്നേക്കാൾ ചിത്രത്തിന് അനുയോജ്യരായിരുന്നുവെന്നാണ് സായി പല്ലവിയുടെ മറുപടി.